So good afternoon students. In the module 6 അടുത്ത ടോപ്പിക്കായ റഡാർ മോഡുലേറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ ഇട്ടത് MTA റഡാർ, നോൺ കൊഹറന്റ് MTA റഡാർ, അതുപോലെ ഡിലേ ലൈൻ ക്യാൻസലർ. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കണം. എൻ്റെ നോട്ട്സ് ഞാൻ ഇന്ന് അയച്ചു തന്നിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ അടുത്ത് വരുന്ന ടോപ്പിക്കാണ് റഡാർ മോഡുലേറ്റർ. ഇനി ഒരു 3 ടോപ്പിക്കും കൂടെ നമുക്കിനി മൊഡ്യൂൾ 6 ലെഫ്റ്റ് ഔട്ടുള്ളൂ. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി എല്ലാം ഇനി എളുപ്പമുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. അതിൽ നമുക്കുള്ളതാണ് റഡാർ മോഡുലേറ്റർ. റഡാർ മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മോഡുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് തന്നെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് സിഗ്നൽസിനെ ലാർജ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ആ സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യണം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ RF സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മോഡുലേറ്റർ ഇല്ലാതെ പറ്റില്ല. സോ ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ the radio frequency energy in radar is transmitted in short pulses ആയിട്ടാണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി എനർജീസ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് പൾസസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. ബട്ട് ദാറ്റ് മേ വേരി ഫ്രം 1 to 50 microseconds or more. സോ അപ്പോൾ ഇത്രയും ഷോർട്ട് പൾസ് ഓഫ് ഹൈ പവർ ജനറേറ്റ് ചെയ്യണം. ഇത് ഷോർട്ട് പൾസ് ആണെങ്കിലും അതിന് ഹൈ പവർ വേണം, എന്നാലേ നമുക്കത് ട്രാൻസ്മിറ്ററിൽ കൊടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം in order to generate the short pulse of high power, ഒരു സ്പെഷ്യൽ മോഡുലേറ്റർ റിക്വയർഡ് ആണ്, which generates a high voltage for the transmitter tube at the moment of transmission. അതായത് നമുക്ക് ട്രാൻസ്മിറ്റർ ട്യൂബിലേക്ക് അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ഷോർട്ട് പൾസ് ഓഫ് ഹൈ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് റഡാർ മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി റഡാർ മോഡുലേറ്റർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ട്രാൻസ്മിറ്റർ, അതായത് നമുക്കറിയാം റഡാർ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്ലൈസ്ട്രോൺ ആവാം, അല്ലെങ്കിൽ മാഗ്നട്രോൺസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡിവൈസസ് ചെയ്താൽ. അപ്പോൾ അതിലെല്ലാം അതിന് ഇൻപുട്ടിന് ആ ആനോഡ് വോൾട്ടേജിനെ സ്വിച്ച് ചെയ്യുന്നത് എത്ര നേരം അത് സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നേരം അതിന് കൊടുക്കണം, ആ പവർ കൊടുത്ത് സെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് പൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മോഡുലേറ്റർ ഇസ് സംടൈംസ് കോൾഡ് കീഡ് ഓൺ ഓർ ഓഫ് റഡാർ മോഡുലേറ്റർ. Now coming to the types of radar modulator, you have modulator into 2 types. ഒന്നെന്ന് പറയുന്നത് ലോ ലെവൽ മോഡുലേറ്ററും അടുത്തത് ഹൈ ലെവൽ മോഡുലേറ്ററുമാണ്. ഈ ഹൈ ലെവൽ മോഡുലേറ്ററെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് സോഫ്റ്റ് ട്യൂബ് മോഡുലേറ്റർ ആൻഡ് ഹാർഡ് ട്യൂബ് മോഡുലേറ്റർ. അപ്പോൾ ഇത് ഓരോന്നാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോ ലെവൽ മോഡുലേറ്റർ. ആ ലോ ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലോ വോൾട്ടേജ് ലെവലിലുള്ള ആംപ്ലിഫിക്കേഷന് വേണ്ടിയാണ്. അതായത് അവിടെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. അപ്പോൾ ആ ലോ ലെവലിലാണ് നമ്മൾ ആ മോഡുലേഷൻ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. അതാണ് ലോ ലെവൽ മോഡുലേറ്റർ. അപ്പോൾ മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം നമുക്കൊരു, ഞാൻ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് പൾസ് ഓഫ് ഹൈ പവർ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു പൾസ് ഫോം ചെയ്യാതെ പറ്റില്ല. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൾസ് ജനറേറ്റർ ആയിരിക്കും. ആ പൾസ് ജനറേറ്റർ ആണ് പർട്ടിക്കുലർ വിഡ്ത്തുള്ള ഒരു പൾസ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇനി അതിന് റിക്വയർഡ് ആംപ്ലിഫിക്കേഷൻ കൊടുക്കാനാണ് പൾസ് ആംപ്ലിഫയർ. എന്നിട്ട് ഈ പൾസ് ട്രാൻസ്ഫോമർ ആണ് ഇതിൽ, ഈ കൺട്രോൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രാൻസ്മിറ്ററിലേക്ക് പോകുന്ന ഇൻപുട്ടാണ്. അപ്പോൾ ഈ കൺട്രോൾ ഇലക്ട്രോഡിൽ എത്ര വോൾട്ടേജ് കൊടുക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്ന ഈ പൾസ് ട്രാൻസ്ഫോമറാണ്. ഈ പൾസ് ട്രാൻസ്ഫോമറിലേക്ക് ഇൻപുട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പൾസ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ പൾസ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ബേസിക്കലി ഒരു ലോ ലെവൽ മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് ഒരു ഷോർട്ട് പൾസ് ഓഫ് ഹൈ പവർ ആണ്. അത് നമുക്ക് കൊടുക്കേണ്ടത് ഈ കൺട്രോൾ ഇലക്ട്രോഡിലാണ്. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു പൾസ് വേണം. ആ പൾസ് ജനറേറ്റ് ചെയ്യാനാണ് പൾസ് ജനറേറ്റർ. ഇനി അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഒരു ആംപ്ലിഫയർ വഴി നമ്മൾ കൊടുക്കുന്നു. അതാണ് ട്രാൻസ്ഫോമറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാണ് ടു ദ കൺട്രോൾ ഇലക്ട്രോഡ്. അതായത് കൺട്രോൾ ഇലക്ട്രോണിന് ആവശ്യമായ രീതിയിലുള്ള വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണ് പൾസ് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നേരെ ട്രാൻസ്മിറ്ററിലേക്ക് കൊടുത്ത് നമ്മൾ സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ലോ ലെവൽ മോഡുലേറ്റർ. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ. സോ നമുക്ക് വേണ്ട ഒരു ആംപ്ലിഫൈഡ് പൾസ് അത് കൺട്രോൾ ഗ്രിഡിൽ കൊടുക്കുക എന്നുള്ളതാണ് ഈ മോഡുലേറ്റർ ചെയ്യുന്നത്. അതിനാദ്യം പൾസ് ജനറേറ്ററിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പൾസ് ഓഫ് ഡിസൈർഡ് വിഡ്ത്ത് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അത് ആംപ്ലിഫൈ ചെയ്യുന്നത് പൾസ് ആംപ്ലിഫയർ ആണ്. പിന്നെ ആ ആംപ്ലിഫയറിനെ ഒന്നുകൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പൾസ് ട്രാൻസ്ഫോമർ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ പൾസ് ട്രാൻസ്ഫോമർ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ആ കൺട്രോൾ ഗ്രിഡ് ഇലക്ട്രോഡിലേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതാണ് പ്രോപ്പർ ബയസ് വോൾട്ടേജ് വെച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ കേസിൽ പൾസ് ജനറേറ്റർ ആക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പോ അല്ലെങ്കിൽ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററോ ആയിരിക്കും. പൾസ് ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഒരു വീഡിയോ ആംപ്ലിഫയർ ആണ്. കാരണം റിക്വയർഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പൾസ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ആ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൺട്രോൾ ഇലക്ട്രോണിന് വേണ്ട രീതിയിലുള്ള വോൾട്ടേജ് കൊടുത്ത് റിക്വയർഡ് പവർ ഓഫ് ഷോർട്ട് പൾസ് ജനറേറ്റ് ചെയ്യാണ് മോഡുലേറ്റർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ലോ ലെവൽ മോഡുലേറ്റർ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹൈ ലെവൽ മോഡുലേറ്റർ ആണ്. ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഔട്ട്പുട്ട് പവറും ഹൈ ആയിരിക്കും,
അപ്പോൾ കുറച്ചും കൂടെ മോഡുലേഷൻ നടക്കുന്ന ഹയർ ലെവലിലാണ്. അതായത് മോഡുലേറ്റിംഗ് വോൾട്ടേജും എല്ലാം റിക്വയർമെൻറ്റ്സ് എല്ലാം ഹൈ ആയിരിക്കും. ഈ ഹൈ ലെവലിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സോഫ്റ്റ് ട്യൂബ് മോഡുലേറ്ററും അടുത്തത് ഹാർഡ് ട്യൂബ് മോഡുലേറ്ററും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സോഫ്റ്റ് ട്യൂബ് മോഡുലേറ്റർ. അപ്പോൾ ഈ സോഫ്റ്റ് ട്യൂബ് മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ സോഫ്റ്റ് ട്യൂബ് മോഡുലേറ്ററിൽ എന്ന് പറയുമ്പോൾ ഇതാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. സോ ഇതിനകത്ത് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ PFN ആണ്. PFN എന്ന് പറഞ്ഞാൽ പൾസ് ഫോമിംഗ് നെറ്റ്വർക്ക്. മറ്റേ നമ്മളൊരു ജനറേറ്റർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പൾസ് ഫോമിംഗ് നെറ്റ്വർക്ക് ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സ്വിച്ച് വഴിയാണ്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് സാധാരണ കേസിൽ നമ്മൾ SCR ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പൾസ് വിട്ട് ആ പൾസ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പൾസിൻ്റെ വിട്ട് കൺട്രോൾ ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് ഈ പൾസ് വിത്ത് കൺട്രോൾ. ഇതിനെ ചാർജ് ചെയ്യണം, അതായത് പൾസ് ഫോം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഒരു പവർ സപ്ലൈയും ഒരു ചാർജിങ് കൊടുക്കണമല്ലോ. അതാണ് ഈ പവർ സപ്ലൈയും ചാർജിങ് സർക്യൂട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ പൾസ് ഫോമിംഗ് നെറ്റ്വർക്കിന് റിക്വയർ ആയിട്ടുള്ള പവർ കൊടുക്കാൻ വേണ്ടി ഈ പവർ സപ്ലൈ ചാർജിങ് സർക്യൂട്ടിന് പവർ കൊടുത്ത് ഈ ചാർജിങ് സർക്യൂട്ട് വഴി ഈ പൾസ് ഫോമിംഗ് നെറ്റ്വർക്ക് എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അപ്പോൾ ആ റിക്വയർഡ് പൾസ് ഫോം ചെയ്യും. എന്നിട്ട് ഈ സ്വിച്ചാണ്, അതായത് ഈ സ്വിച്ച് എന്ന് പറയുന്നത് SCR ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഒരു പൾസ് ഓഫ് ഹൈ പവറല്ലേ ജനറേറ്റ് ചെയ്യേണ്ടത്. ഇത് കൊടുക്കേണ്ടത് എങ്ങോട്ടാണ്, പൾസ് ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഈ ചാർജിങ് പവർ സപ്ലൈ വഴി ഈ ചാർജിങ് സർക്യൂട്ട് വഴി പൾസ് ഫോമിംഗ് നെറ്റ്വർക്കിലേക്ക് പോയി പൾസ് ഫോം ചെയ്യും. പൾസ് ഫോം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം സ്വിച്ച് ഓപ്പൺ ആയിരിക്കും. ഇനി സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്ന ഏത് വഴിയാണ്, ഈ പൾസ് ട്രാൻസ്ഫോമർ വഴി ഡിസ്ചാർജ് ചെയ്തിട്ട് എന്തിലേക്ക് കൊടുക്കും, ഈ ഇലക്ട്രോഡിലേക്ക് കൊടുക്കും. ഈ ഇലക്ട്രോഡിലേക്ക് കൊടുത്ത് കറസ്പോണ്ടിങ്ങിലി ആ നമ്മുടെ ഏതാണോ ട്രാൻസ്മിറ്റർ സെക്ഷനിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്ര നേരം പൾസ് ഡിസ്ചാർജ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പൾസിൻ്റെ അനുസരിച്ചാണ്. അപ്പോൾ ഈ പൾസ് ഫോമിംഗ് നെറ്റ്വർക്കിനനുസരിച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ഈ പവർ സപ്ലൈ ചാർജിങ് അനുസരിച്ച് ഇത് മാക്സിമം ചാർജ് ചെയ്യും. എന്നിട്ട് ഈ സ്വിച്ച് ക്ലോസ് ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും, ഇത് ഡിസ്ചാർജ് ചെയ്ത് പൾസ് ട്രാൻസ്ഫോമറിലേക്ക് സിഗ്നൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് എപ്പോഴാണ് ഓൺ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ക്ലോസ് ആവാൻ വേണ്ടിയാണ് ഈ ട്രിഗറിങ് സർക്യൂട്ട്. അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ട്രിഗർ ഇതിന് കൊടുത്തു കഴിയുമ്പോൾ ഈ SCR ഓൺ ആവും. ഈ SCR ഓൺ ആകുമ്പോൾ ഇതൊരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പൾസ് ഫോമിംഗ് നെറ്റ്വർക്ക് വഴി എന്തിലേക്ക് പോകും, ഈ ഡിസ്ചാർജ് ചെയ്ത് പൾസ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. പിന്നെ തിരിച്ചിത് ഓപ്പൺ ആകുമ്പോൾ പിന്നെ ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങും. തിരിച്ച് നമ്മളിത് ട്രിഗറിങ് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് എത്ര നേരം വേണം എന്ന് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് പൾസ് ഫോമിംഗ് നെറ്റ്വർക്കാണ്. അതിൻ്റെ ആ ചാർജിങ് ഡിസ്ചാർജിങ് അനുസരിച്ചാണ് ഇവിടെ ഈ ട്രാൻസ്ഫറിങ് ഓഫ് പവർ നടക്കുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ് ട്യൂബ് മോഡുലേറ്റർ. ഈ ബ്ലോക്ക് ഡയഗ്രം വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ SCR തൈറട്ടോൺ എന്ന് പറയുന്ന വേറൊരു പേരാണ് സ്വിച്ചിൻ്റെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് തൈറട്ടോൺ ഓർ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ഫോർ സ്വിച്ചിങ് പർപ്പസ്. സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത് SCR ആണ്. ഇവിടെ പവർ സപ്ലൈ, അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ പവർ സപ്ലൈ വഴി സ്വിച്ച് ഓൺ, എന്നിട്ട് എങ്ങോട്ട് പോകും, പൾസ് ഫോമിംഗ് നെറ്റ്വർക്കിലേക്ക് പോകും. എന്നിട്ട് ഈ സ്വിച്ച് ക്ലോസ് ആകുമ്പോഴാണ് പൾസ് ഫോമിംഗ് നെറ്റ്വർക്കിൽ നിന്ന് പവർ ഡിസ്ചാർജ്, അതായത് ആ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ആവുന്നത്. പവർ സപ്ലൈ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ വോൾട്ടേജ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ചാർജ് ദ PFN. അപ്പോൾ ഈ PFN ചാർജ് ചെയ്യുന്ന ഇതുവഴിയാണ്, ചാർജിങ് സർക്യൂട്ട് വഴിയാണ് ചെയ്യുന്നത്. സ്വിച്ച് ക്ലോസ് ആകുമ്പോഴത്തേനെ PFN ഡിസ്ചാർജ് ചെയ്ത് പൾസ് ട്രാൻസ്ഫോമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് പീരിയഡ് ഓഫ് ട്രാൻസ്ഫർ, എത്ര നേരം ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ആ പൾസ് ഫോമുലേഷൻ നെറ്റ്വർക്ക് വഴിയാണ്. പിന്നെ അടുത്ത് നെക്സ്റ്റ് പൾസ് ചെയ്യുമ്പോൾ പിന്നെ ഇത് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ ഒരു ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൾസ് എത്ര നേരം കൊടുക്കണം അതിനനുസരിച്ച് ഹൈ പവർ നമ്മൾ ഡെലിവറി ചെയ്യും. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ് ട്യൂബ് മോഡുലേറ്റർ ആണ്. ഹാർഡ് ട്യൂബ് മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ലോ ലെവൽ മോഡുലേറ്റർ തന്നെ അതിൻ്റെ കൂടെ ഒരു ഹയർ ലെവൽ ഒരു ആംപ്ലിഫയറും കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ഹാർഡ് ട്യൂബ് ഇതൊരു ഹൈ ലെവൽ മോഡുലേറ്റർ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഹയർ ലെവൽ ആംപ്ലിഫിക്കേഷൻ നടക്കാൻ വേണ്ടി ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബ്ലോക്കും കൂടിയുണ്ട്. അതാണ് ഹൈ ഔട്ട്പുട്ട് പൾസ് ആംപ്ലിഫയർ. അതായത് ദിസ് എൻഷുവേഴ്സ് ദാറ്റ് മോഡുലേഷൻ occurs at higher level. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലോ ലെവലിൽ പറഞ്ഞപ്പോൾ എന്തൊക്കെയുണ്ട്, ഒരു പൾസ് ജനറേറ്റർ ഉണ്ട്, ഒരു പൾസ് ആംപ്ലിഫയർ ഉണ്ട്, ഒരു പൾസ് ട്രാൻസ്ഫോമർ ഉണ്ട്, കൺട്രോൾ ഉണ്ട്. ഇവിടെ അതേ സാധനം തന്നെയാണ് ഇവിടെ കാണിച്ചേക്കണേ. അതിൻ്റെ ഇടയിൽ ഒരു സാധനവും കൂടെ വരും, എന്താണ്, ഹൈ ഔട്ട്പുട്ട് പൾസ് ആംപ്ലിഫയർ. അതായത് പൾസ് ജനറേറ്ററിന് ഒരു പൾസ് വിത്ത് കൺട്രോളും ട്രിഗറിങ് വഴി പൾസ് ഫോം ചെയ്യുന്നു പൾസ് ജനറേറ്ററിൽ നിന്ന്. പൾസ് ആംപ്ലിഫയർ എന്ത് ചെയ്യും, പൾസ് ആംപ്ലിഫയർ റിക്വയർഡ് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇത് പൾസ് ആംപ്ലിഫയറിന് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഇതിന് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് ആംപ്ലിഫൈഡ് ഉള്ള ഔട്ട്പുട്ടാണ് പൾസ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നത്. ദിസ് ഇസ് ടു എൻഷുർ ദാറ്റ് ദ മോഡുലേഷൻ occurs at ഹയർ ലെവൽ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പൾസ് ട്രാൻസ്ഫോമർ റിക്വയർഡ് വോൾട്ടേജ് ട്യൂബിലേക്ക് കൊടുത്തിട്ട് ട്രാൻസ്മിറ്ററിലേക്ക് ട്രാൻസ്ഫറിങ് നടക്കും. സോ ഇതാണ് ഹാർഡ് ട്യൂബ് മോഡുലേറ്ററിൽ സംഭവിക്കുന്നത്.
സോ ഹാർഡ് ട്യൂബ് മോഡുലേറ്റർ എന്ന് പറയുമ്പോഴത്തേനും ഒരു ലോ ലെവൽ മോഡുലേറ്റർ വിത്ത് അഡീഷണൽ ആംപ്ലിഫിക്കേഷൻ. ആ അഡീഷണൽ ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ ഈ കാണിച്ചേക്കണേ ഹൈ ഔട്ട്പുട്ട് പൾസ് ആംപ്ലിഫയർ. എന്നിട്ട് ആംപ്ലിഫിക്കേഷൻ അപ്പോൾ എന്ത് ചെയ്യും, റിക്വയർഡ് ഔട്ട്പുട്ട് ലെവൽ, അതായത് ഔട്ട്പുട്ട് ലെവൽ കൂടുതലായിരിക്കുമല്ലോ, കാരണം എന്താണ്, ഇറ്റ് ഈസ് ഹൈ ലെവൽ, മറ്റേത് ലോ ലെവലായിരുന്നു. പൾസ് ജനറേറ്റർ റിക്വയർഡ് പൾസ് കൊടുത്ത് പൾസ് ആംപ്ലിഫയർ ഫർദർ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് എന്തിലേക്ക് കൊടുക്കുന്നത്, ഹൈ ഔട്ട്പുട്ട് പൾസ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. ഹൈ ഔട്ട്പുട്ട് പൾസ് ആംപ്ലിഫയർ എന്ത് ചെയ്യും, അഡീഷണൽ ആംപ്ലിഫിക്കേഷൻ പിന്നെയും കൊടുക്കുന്നു. പിന്നെ പവർ സപ്ലൈ എന്ന് പറയുന്നത് പവർ കൊടുക്കാനാണ്. പിന്നെ പൾസ് ലെങ്തിൻ്റെ വിഡ്ത്തും കൺട്രോൾ ചെയ്യുന്നത് ഫ്രം ദ പൾസ് ജനറേറ്റർ ആണ്. എന്നിട്ട് ഈ പൾസ് ആംപ്ലിഫയറിൽ നിന്ന് എങ്ങോട്ട് നമ്മൾ കൊടുക്കും, പൾസ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. പൾസ് ട്രാൻസ്ഫോമർ ആണ് പൾസ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റർ ട്യൂബിലേക്ക് കൊടുത്ത് ഈ കറസ്പോണ്ടിങ് മോഡുലേഷൻ നടക്കുന്നത്. സോ ദിസ് ഇസ് ദ ഹാർഡ് ട്യൂബ് മോഡുലേറ്റർ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് റഡാർ മോഡുലേറ്റർ എന്നും അതിൽ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഷോർട്ട് പൾസ് ഓഫ് ഹൈ പവർ ഡെറൈവ് കൊടുക്കുക എന്നുള്ള, ഡെലിവറി ചെയ്യുക എന്നുള്ള. അതിൽ 2 ടൈപ്പ് ഓഫ് മോഡുലേറ്റർ ഉണ്ട്, ലോ ലെവൽ മോഡുലേറ്ററും ഹൈ ലെവൽ മോഡുലേറ്ററും. ഇതിൽ ഹൈ ലെവൽ 2 ടൈപ്പ് ഉണ്ട്, സോഫ്റ്റ് ട്യൂബും ഹാർഡ് ട്യൂബും. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.